വാഹനങ്ങൾ വയനാട് ചുരം ഇറങ്ങുന്നു. എറണാകുളം ടൗണിന്റെ അവസ്ഥ പോലെയായി. വൈത്തിരി, പഴയ വൈത്തിരി എന്ന് പറയുന്നത് ഇന്നിപ്പം എറണാകുളം ടൗൺ പോലെ ആ വാഹനം തിരക്കുകളാണ്. വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരം, കോഴിക്കോട്ട് നിന്ന് ചുരം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ചുരം. അത്യാവശ്യം വീതികളൊക്കെ ഉണ്ട് നന്നായിട്ടല്ലേ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആസ്വദിക്കാനുണ്ട്. പക്ഷെ കേരളീയർ ഇത് കാണുന്നില്ലല്ലോ, ഇതിന്റെ നന്മ. ഇതെല്ലാം പോയി ഇത്രയും നല്ല സുഖമായ സ്ഥലം അല്ല ഇത്. തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. സന്തോഷം കിട്ടുന്നത് അറിയോ? നമ്മളവിടെ ഇതുപോലെ സ്ഥലം ഇല്ലാത്തോണ്ടാ. ഇല്ല, നമ്മുടെ സ്ഥലം ഇല്ല. ഇടുക്കിക്കാർ ഇവിടെ വന്ന് സന്തോഷിക്കൂ. ഇല്ല, അവരവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മള് കടൽ തീർത്ത് പോകുന്നു. അതെ, ഈ കൊല്ലംകാരോ ആലപ്പുഴക്കാരോ കടൽ തീർത്ത് പോയിട്ട് സന്തോഷിക്കും. ഇല്ല, അവരെന്നും കാണുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ കടൽ തീരം കാണാൻ വരുന്നവര് എവിടെ നിന്നറിയോ? ഇടുക്കി, കട്ടപ്പന, നമ്മുടെ അവിടെയുള്ള കോട്ടയം. ഈ ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം, കടപ്പുറത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ടൂർ പോകുന്ന കേട്ടോ അറിയോ? ആകൊണ്ട് മല കാണാനായിട്ട്. കാരണം ഇതെല്ലാം കേരളത്തിലുണ്ട്. മലയുണ്ട്, വെള്ളമുണ്ട്, ആറുണ്ട്, പുഴയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലോട്ട് വേറൊരു വണ്ടിയും കൂടെ വന്നാ പോകാൻ സ്ഥലമുണ്ട്. 2 ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്ഥലമുണ്ട്. പിന്നെ അല്ല പിന്നെ അങ്ങനെ വണ്ടികൾ പോകണം. ബസ് പോകുന്ന റൂട്ടല്ല ഇത്. ശരി, ഇച്ചിരി കഴിയുമ്പോ നമ്മുടെ പൂർവികരെ കാണാം കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ സെന്റ് ജോസഫ് സ്കൂളിൽ. ആ പഠിപ്പിച്ച സ്കൂള് നമ്മള് വഴിക്കെങ്ങാനും ആണോ പോണോ? അവിടെ അല്ല, സ്കൂൾ ഇപ്പൊ അടച്ചിട്ടേക്കുമല്ലേ. അല്ല, സ്കൂൾ അവിടെയുണ്ട്. നമുക്ക് അവിടെ വരെ പോകണ്ട. ഇത് വേറൊരു ഭാഗമാണേ. വൈത്തിരി എന്റെ വണ്ടികള് വരുന്നു. എല്ലാം നല്ല പുൽപ്രദേശം അല്ലേ. എന്ത് വിഷപ്പയറല്ലേ. പശുവിന് വലിയ കുഴപ്പമില്ല. പശു ഒത്തിരി തിന്നിയില്ല സാധനം. ഇതൊരു പശയുണ്ടേ, അത് വിഷയാ. അത് ആട് വന്നാൽ ചത്തു പോകും, മോര് ചത്തു പോകും. അല്ല, ഇത് വേനൽക്കാലം ആവുമ്പോ ഇത് കുറച്ച് കരി വരും അല്ലേ. ഇതിന് നടക്കങ്ങാണ്ടൊരു കിണറുണ്ട്, അത് ഇവിടെ അല്ലെന്ന് തോന്നുന്നു. അത് ഇടുക്കി പോകുന്ന ഒഴിക്കാം. ഇതാണ് ചുരം. ആന ഇറങ്ങുന്ന സ്ഥലമാണോ? ഈ കേട്ടത്തിങ്ങൊന്നും ആന വരികയെന്നേ. ആന അകത്തോട്ടേ ഉള്ളൂ, കാട്ടുപ്രദേശത്തുള്ളൂ. ഇത് വനമായാലും ഇവിടെ ചെറിയ മൃഗങ്ങളെ കാണുള്ളൂ. വല്ല പുലിയോ അതൊക്കെ ഉണ്ട്. വന്യമൃഗങ്ങളൊന്നും പകലങ്ങനെ ഇറങ്ങില്ല. ഞാൻ പറയാം, ഈ കുരങ്ങ് മാത്രമേ ഉള്ളൂ. ഈ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വന്നോണ്ടാണ് ഇത് ഇറങ്ങുന്നത്. ഈ മഴക്കാലം ആയതുകൊണ്ട് എല്ലാ മൃഗങ്ങളും തന്നെ കാട്ടിൽ വിളിക്കും. എന്നാന്ന് വെച്ചാൽ അതുങ്ങൾക്ക് വെള്ളം ആയല്ലോ. ആയല്ലോ, അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ നല്ല വേനൽ വന്നപ്പോഴെല്ലാം വെളിയിലോട്ട്. കോട വരുമോ? മഴ പെയ്താൽ കോട വരും. ഇതെന്നാ അറിയോ? ഈ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ വെള്ളവും ഇതും കൊടുക്കാൻ വേണ്ടിട്ട് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു 400-500 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അല്ല, ഇവരിത് ഉപയോഗിക്കണ സംഭവം അതിനേക്കാൾ ഇവര് കാട്ടിലെ തടിയും ഈ സാധനങ്ങളെല്ലാം വെട്ടിയെടുക്കും. അന്നേരം മൃഗങ്ങളായ അതൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം. തമിഴ്നാടുകാരാ. തമിഴ്നാട് എല്ലാ വനങ്ങൾക്കകത്തും പൈപ്പും കിണറും എല്ലാം ഉണ്ട്. നമ്മള് കേരളത്തിലെ വനത്തിൽ അത് ഉപയോഗിക്കുന്നില്ല. തടിയെല്ലാം വെട്ടിയെടുക്കും. അന്നേരം ഈ മൃഗങ്ങളെല്ലാം പേടിയായിട്ട് വെളിയിലോട്ട് പോരുവാ. കാട്ടിൽ കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ടോ സംശയമുണ്ടോ? ഉണ്ടോ? കാട്ടില് എങ്ങാണ്ട് കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ട്. കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ലോകത്തുള്ള അന്നേരം ഈ മൃഗങ്ങളെയൊക്കെ ഓടിക്കുവേ. അതാണ് ഈ കുഴപ്പം. മൃഗങ്ങളെ ഒത്തിരി ഓടിക്കത്തില്ല. ഇമാര് വെയില് കെട്ടിട്ടേ മൃഗങ്ങളെ ഒത്തിരി ഓടിക്കത്തില്ല. കാരണം അകത്ത് കയറിയാവുന്ന വിഷയം. കാരണം വെളിയിൽ കൂടെ മൃഗങ്ങളുണ്ട്, ആരും വരാതിരിക്കത്തുള്ളൂ. പടക്കം പൊട്ടിച്ചൊക്കെ വിടുമായിരിക്കും. പിന്നെ അത് കൃഷി ചെയ്യുന്ന ആൾക്കാരും പണിക്കാരെല്ലാം ഈ കാട്ടിലുള്ള ആൾക്കാരാണ്. ഈ ആദിവാസികൾ അങ്ങനെയുള്ള ആൾക്കാരാ. അപ്പൊ അവർക്ക് ഇതൊന്നും വിഷയമില്ല. അവർക്ക് ഈ ആന പുലി ഇതൊക്കെ ഒന്ന് ഓടിക്കാൻ പേടിയൊന്നുമില്ല. അവര് ഏറുമാടമൊക്കെ കെട്ടി അവിടെ ജീവിക്കുന്നവർക്കൊന്നും അത്ര
അനുകുട്ടി ടീച്ചർ നമ്മുടെ നാട്ടിലുള്ള അനുകുട്ടി ടീച്ചർ പറഞ്ഞു, അനുകുട്ടി ടീച്ചറിന്റെ ആങ്ങളുടെ അവിടെ വീടിന്റെ അവിടെയൊക്കെ ആനയല്ലോ എന്ന് പറഞ്ഞു. അവർക്കൊന്നും അത്ര പേടിയൊന്നുമില്ല. ഈ മഹാരാഷ്ട്രയിലുള്ള ആനകളൊക്കെ വഴിക്ക് കൈ കാണിച്ച് നിർത്തി ലോറി നിർത്തിച്ച് ഭക്ഷണമൊക്കെ മേടിക്കും. അതെയോ? പിന്നെ കാട്ടാനയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപദ്രവിക്കല്ലേ? അത് അതുങ്ങൾക്ക് ശീലമാണ്. ഈ ആൾക്കാരെ കണ്ടും വണ്ടിയൊക്കെ കണ്ട് ശീലമായ ആനകൾ കുഴപ്പമൊന്നുമില്ല. ആനയൊന്നും ചെയ്യില്ല. അല്ലാത്ത ആനകളാ പെട്ടെന്ന് കാട്ടിൽ നിറങ്ങിയ ആൾക്കാർക്ക് ആനകൾക്ക് വിഷയമുള്ളൂ. ഇതുങ്ങളെ വല്ല മഞ്ഞ് കൊണ്ട് ഫ്രണ്ട് വശം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കോട വഴി അയ്യോ, ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് ശരിക്കും കാണത്തില്ല ഒട്ടും. അയ്യോ, ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഓരോരോ കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ ഒരത്ഭുത പ്രതിഭാസം തന്നെയാണ്. കാണാമറിയത്ത് നിൽക്കുന്ന കൂറ്റൻ പാറക്കൂട്ടങ്ങൾ, അതിൽ കൂടി ഒലിച്ചിറങ്ങുന്ന നീരുറവ. ആളുകൾ വണ്ടി നിർത്തി പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. അത് കാണാൻ മാത്രമുള്ള കാഴ്ചയുണ്ട്. ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ എൻ്റെ മകൻ അതിനുള്ള സാഹചര്യം ചെയ്തു തന്നു. ഞാൻ ചെറിയ ഹോട്ടലിൽ താമസിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുപോലെ സൗകര്യം ചെയ്തു തന്നു. ശരി, സന്തോഷം. ഈ അനുഭവങ്ങൾ പങ്കുവെച്ച് ഞാനും എൻ്റെ ഭാര്യയും കൊണ്ട് എന്നെ സഹായിക്കാൻ എൻ്റെ മകൻ്റെ സുഹൃത്ത് വളരെ കഴിവുള്ള ഒരാളുണ്ട്. അയാളാണ് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഞാൻ 10-32 വർഷം ടാക്സി ഓടിച്ച ആളാണ്. എങ്കിലും പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് സഹായിക്കും. ഞങ്ങളൊരു ഇന്നോവ റെൻ്റ് എടുത്തിട്ടുണ്ട്. അതിൽ പോവുകയാണ് നേരെ വൈത്തിരിക്ക്. ഞങ്ങളുടെ വണ്ടി എയർപോർട്ടിൽ ഇട്ടാച്ചാണ് പോരുന്നത്. ഓക്കെ. റോഡിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പല ഐറ്റങ്ങൾ. ഇതാണ് 5 സ്റ്റാറിലെ കുളിമുറി. ചില്ലുകൂട്ടിലിരുന്ന് കുളിക്കാം. ടോയ്ലറ്റ്. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വളരെ വലുതാണ്. കുളിച്ചു കഴിഞ്ഞ് വെള്ളം ഒക്കെ തലയിൽ നിന്നുള്ള വെള്ളം എല്ലാം പോകും. ഇത് വെച്ച് ഈ കാർഡ് എടുത്ത് പുറത്ത് പോയാൽ മാത്രമേ, അല്ലാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോക്കാവും. ഇതിനകത്ത് ആളില്ലെങ്കിൽ പണി അവർ പിന്നെ അവിടെ റിസപ്ഷനിൽ പറയണം. ഈ കാർഡ് പുറത്ത് കാണിച്ചാലേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇതങ്ങോട്ട് ഇടണം. ഇതിൻ്റെ ഒരു കാർഡ് തന്നെ ഹോട്ടലിൻ്റെ ഓക്കെ, താങ്ക് യു. ഓക്കെ.
അത് നമ്മുടെ അമ്പ ചെയ്ത് കൊള്ളിക്കുന്നതാണോ അത്? യെസ്, കണ്ടിന്യൂ. ബാക്കില് ആരുമില്ലേ? വിക്കറ്റ് കീപ്പർ ഇല്ല. എന്നാ അടിച്ചു അടി. ആ പോരാ. ഇപ്പൊ ഞങ്ങള് കോഴിക്കോട് പോകാൻ വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സാധനമൊക്കെ പാക്ക് ചെയ്യുക, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോകാൻ. ഇപ്പം മഴയില്ല, ഇന്നലെ എല്ലാം ഭയങ്കര മഴയായിരുന്നു. മനോഹരമായ കോഴിക്കോട്. ചരിത്രം പലതും കേരളത്തെ പഠിപ്പിച്ച കോഴിക്കോട് ജില്ല, അവിടുത്തെ ഭൂപ്രകൃതിയുടെ അതിൻ്റെ ടൗണിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഈ 15ാം നിലയിലുള്ള 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കണ്ണാടിച്ചില്ലിലൂടെ ഷൂട്ട് ചെയ്യുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം. കെട്ടിടങ്ങളാണ്. മനുഷ്യജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന പല അവസരങ്ങളിലും നമ്മളത് അവസരങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന മനസ്സുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ മകൻ പറഞ്ഞതിന് കാരണം ഞാനിവിടെ താമസിക്കുകയാണ് ഒരു ദിവസത്തിന്. ജാതകനായ ഒരു മനുഷ്യൻ വഴിയിൽ കിടന്നുറങ്ങിയാലും നിദ്ര ഒന്നു തന്നെയാണ്. 5000, 10000, 50,000 രൂപ കൊടുത്ത് ഒരു ദിവസം നമ്മൾ നിദ്ര ഉറങ്ങിയാലും ഉറങ്ങിക്കഴിഞ്ഞാൽ നിദ്ര ഒന്നാണ്. 10,000 കൊതുക് നമ്മളെ കടിക്കുമായിരിക്കും, പക്ഷേ ഉറങ്ങിയാൽ ഇതൊന്നും അറിയുന്നില്ല, കൊതുക് കടിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ കൊതുകൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം ജീവിതത്തിൽ ഒരു സ്വപ്നം പോലെ. ഒരു ജീവിതയാത്രയിൽ ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരവസരം ദൈവം തന്ന അനുഗ്രഹത്തെ നന്ദിയോടുകൂടി കാണുന്നു. ദൈവത്തിന് നന്ദി. ഇവിടെ ഒരു ദിവസം താമസിക്കുന്നു. അതിനുശേഷം വൈത്തിരിയിൽ ഇതുപോലെ ഒരു ഹോട്ടലാണ് എടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് പുറമേ കാണുന്നത്. ഇത് കണ്ട കാണാനല്ലേ? ഒരാളൊക്കെ എങ്ങോട്ടോ സൈഡിലേക്ക് മാറി കഴിഞ്ഞാൽ 5-6 മീറ്റർ ഉള്ളൂ വ്യൂ ഉള്ളൂ, അപ്പുറത്തോട്ട് കാണത്തില്ല. വെയിലായപ്പോ മഞ്ഞ് മാറി. അതാ കാലാവസ്ഥ മാറി. നേരെ കാണുന്ന മെയിൻ